ഫോറക്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇനീഷ്യലി ആദ്യം പറഞ്ഞില്ലേ, എന്തൊക്കെ സാധനമാണ് ട്രേഡ് ചെയ്യുന്നത്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ആർ ട്രേഡ്. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം പല സെഗ്മെന്റുകളുണ്ട്, കറൻസി സെഗ്മെന്റുകളുണ്ട്, കമ്മോഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കമ്മോഡിറ്റി അല്ലെങ്കിൽ മെറ്റൽസ് ഉണ്ട്, ഇൻഡെക്സ് ഉണ്ട്, ഓയിൽ ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്. അപ്പം ഇതിൽ എൻ നമ്പർ ഓഫ് പ്രൊഡക്ട്സുകളുണ്ട്. ഇതിൽ എന്താ ട്രേഡ് ചെയ്യേണ്ടതെന്ന് ആദ്യം നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജാഗൺസ് ഉണ്ട്. ലെവറേജ് എന്താണ്, സ്പ്രെഡ് എന്താണ്, പിപ്സ് എന്താണ്, ഇങ്ങനത്തെ കുറച്ച് ജാഗൺസ് ഉണ്ട്. അത് മെയിൻലി ആദ്യം നമ്മൾ പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളൊരു അനാലിസിസ് ഫേസിലോട്ട് നമ്മൾ കിടക്കും. അതായത് രണ്ട് രീതിയിലുള്ള അനാലിസിസ് ഉള്ളത്. കുറച്ച് മുമ്പ് ബ്രോ ചോദിച്ചായിരുന്നു, ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്. ഇതിനെ രണ്ടായിട്ട് ടു പുട്ട് ഇറ്റ് സിമ്പിൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഒരു സാധനം നമ്മൾ ഏത് പ്രൈസിൽ വാങ്ങണം അല്ലെങ്കിൽ ഏത് പ്രൈസിൽ നമ്മൾ സെല്ല് ചെയ്യണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. ഒരു സാധനം എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നോക്കുന്ന അനാലിസിസ് ആണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതിലോട്ട് വരുമ്പം ടെക്നിക്കൽ അനാലിസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് പ്രൈസ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പഠിക്കണം. എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്, എന്താണ് സപ്ലൈ ഡിമാൻഡ്, എന്താണ് ഡിസ്കൗണ്ട് പ്രീമിയം പോയിന്റ്സുകൾ, അത് പഠിക്കുക. അതിനുശേഷമാണ് ഇത്രയും പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ അഡ്വാൻസിലോട്ട് പോകും. SMC ICT എന്ന് പറയുന്ന അഡ്വാൻസിലോട്ട് പോകും. ഈ അഡ്വാൻസിലോട്ട് പോകാനുള്ള മെയിൻ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫോറക്സിലെ ഒരു ദിവസം സിംഗിൾ ഡേയിൽ മാർക്കറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ $7 to 8 trillion ആണ്. അതായത് ഇപ്പൊ ഇന്ത്യയുടെ GDP നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 3.6 നിയർ ബൈ ട്രില്യൺ ആണ് ഇന്ത്യയുടെ ടോട്ടൽ GDP വരുന്നത്. അതിന്റെ ഡബിൾ ആണ് ഒരു സിംഗിൾ ഡേയിൽ നടക്കുന്നത് ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോലത്തെ റീറ്റെയിലേഴ്സ് ആയിരിക്കില്ല അത് ഇത്രത്തോളം എന്താ പറയുക വോളിയൂംസ് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്. നമ്മളെപ്പോലത്തെ റീറ്റെയിൽ ട്രേഡേഴ്സിനെ പോലെ തന്നെ അപ്പുറത്ത് വലിയ ഫണ്ടിട്ട് മാനേജ് ചെയ്യുന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും സെൻട്രൽ ബാങ്കുകളും HNIs-ഉം എഡ്ജ് ഫണ്ട് മാനേജേഴ്സും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവരാണ് എന്താ പറയുക മാർക്കറ്റിനെ മൂവ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് നമ്മൾ പറയും.